ഫുഡ് കഴിക്കാൻ തുടങ്ങുവേ. എന്റെ മോനെ അങ്ങനെയാണ് ഒരു സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങൾ ഒഡീസി എന്ന് പറഞ്ഞിട്ടുള്ള മൂവി കണ്ട് വന്നിരിക്കുകയാണ്. ഫോറം മാളിലെ 9XL സ്ക്രീനിലാണ് ഞങ്ങൾ പോയി കണ്ടത്. നോർമൽ സ്ക്രീനിലല്ല, ഐമാക്സും അല്ല നമ്മൾ പോയി കണ്ടത്. സോ ദ മൂവി ഡയറക്റ്റഡ് ബൈ നൺ അതർ ദാൻ ക്രിസ്റ്റഫർ നോളൻ. കിഡോസ് ടു ദ ഡയറക്ടർ ആൻഡ് സിനിമാറ്റോഗ്രാഫി ഒക്കെ സൂപ്പർബാണ്. ദ ആക്ടേഴ്സ് എന്ന് പറയുന്നത് മാറ്റ് ഡേമൺ, ടോം ഹോളൻഡ്, ആനി ഹത്തവേ, പിന്നെ ചാർലിസ് തെറോൺ, പിന്നെ അങ്ങനെ വലിയ വലിയ സ്റ്റാർ കാസ്റ്റുകളാണുള്ളത്. ആൻഡ് ഹൗ ഈസ് ദ മൂവി? എനിക്ക് സൂപ്പർ മൂവിയായിട്ട് തോന്നി, അടിപൊളി മൂവിയായിട്ട് തോന്നി. ആൻഡ് വാട്ട് അബൌട്ട് യു? എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കുറേയൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ, നമ്മളുടെ ലൈഫായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ഉള്ള ഒരു നന്നായിട്ട് പിക്ചറൈസ് ചെയ്തിരിക്കുന്ന ഒരു മൂവി. നമ്മുടെ ലൈഫായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ? എന്നാൽ അങ്ങനെയാണെങ്കിൽ ഓക്കെ. നോർമൽ ഹ്യൂമൻ ബീങ്സിന്റെ ലൈഫിലും നമുക്ക് അങ്ങനെയാണ്. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഓക്കെ, എന്തായാലും ഡയറക്ടർ കുറെ ഗ്രേറ്റ് മിത്തോളജി ഒക്കെ ഇതിനകത്ത് സൂപ്പറായിട്ട് വിഷ്വലൈസ് ചെയ്ത് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിനകത്ത് അറിയാം, ക്രിസ്റ്റഫർ നോളൻ്റെ മൂവീസ് ഒക്കെ നമുക്ക് കണ്ടാൽ അറിയാം, പുള്ളി അങ്ങനെ CGIs ഒക്കെ അങ്ങനെ ഉപയോഗിക്കാതെ ഇരിക്കുന്നതാണ്. അതിനകത്ത് ഒട്ടനവധി ക്രീച്ചേഴ്സും മോൺസ്റ്റേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ പഴയ ഫിലിം കണ്ടിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ നന്നായിട്ട് ജസ്റ്റിഫൈ ഈ ഒരു മൂവി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇവൻ ആ മോൺസ്റ്റർ ഉണ്ടല്ലോ, ആ വൺ ഐഡ് മോൺസ്റ്റർ, അതിൻ്റെ പേര് സൈക്ലോപ്സ്. അതും ആക്ച്വലി ഹി മേഡ് ഇറ്റ്. ആ ഒരു വലിയ അതാണ് അത്രയും ഒറിജിനാലിറ്റി നമുക്ക് തോന്നുന്നത്. ഞാനും വിചാരിച്ചു എന്തൊരു ഒറിജിനാലിറ്റി ആണോ. അതെ. അപ്പോൾ അതിൻ്റെ സണ്ണിനെ ബ്ലൈൻഡ് ആക്കിയത് കൊണ്ടാണല്ലോ പുള്ളി. നിങ്ങൾക്ക് സ്റ്റോറി അറിയാം, ഞാൻ അത് ഇതിനകത്ത് പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. പറയണോ? എന്തായാലും പുള്ളി ആ ട്രോജൻ വാറിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള സംഭവങ്ങളാണ് ഈ മൂവിയിൽ വന്നിരിക്കുന്നത്. പക്ഷെ പുള്ളിക്ക് വീടെത്താൻ പറ്റുന്നില്ല. അപ്പോൾ അവരുടെ പുള്ളിയുടെ ഇപ്പം നീ എന്തായാലും ലൈഫായിട്ട് ഇതായിട്ട് പറഞ്ഞത് കൊണ്ട് പുള്ളിയുടെ വൈഫ് കാത്തിരിക്കുന്നുണ്ട് 10 years. അപ്പൊ അത്രയും നാള് ഞാനാണ് കുറച്ചു പേർക്ക് വേണ്ടിയിട്ട് ഇവര് ഞാനില്ലാത്ത പീരിയഡിൽ യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് മൈ ബിലോങ്ങിങ്സ് എന്നുള്ള രീതിയിൽ കിങ്ഡം ടേക്ക് കെയർ ചെയ്യാനായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ ട്രസ്റ്റ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന കുറച്ച് ആളുകളെ ഏൽപ്പിക്കുന്നുണ്ട്. ആൻഡ് അയാൾ തിരിച്ചു വരുമ്പോഴുള്ള ആ ഒരു കിങ്ഡത്തിന്റെ അവസ്ഥ സിമിലർ വേ, അതായത് നല്ലൊരു ലീഡർ ഒരു ഭരണ ഒരു മേഖലയിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന എല്ലാ പ്രശ്നങ്ങളും അവിടെ നമുക്ക് കാണാം. അടിപൊളിയായിട്ട് വിഷ്വലൈസ് ചെയ്തിട്ടുണ്ടല്ലോ. സിനിമാറ്റോഗ്രാഫി സൂപ്പറാണ്. അതിനകത്ത് കോസ്റ്റ്യൂം ഡിസൈനിങ്, പിന്നെന്താണ് അതിനകത്ത് ആ ഓരോ ആളുകളിലെ ഒരു 1000 ആർമി ഗ്രൂപ്പൊക്കെ അതെല്ലാം ഒറിജിനൽ, അതെല്ലാം ആളുകളാണ്, അതെല്ലാം ജൂനിയർ ആർട്ടിസ്റ്റുകളാണ് എല്ലാം. സോ ഹാറ്റ്സ് ഓഫ് ടു ഹിം. പുള്ളിയുടെ ഫിലിം എല്ലാം ഒരു ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ്. ദിസ് വൺ ഈസ് ഹിസ് മോസ്റ്റ് ബ്യൂട്ടിഫുള്ളി ടേക്കൺ, ഇൻ്റലക്ച്വലി ടേക്കൺ. അത്രയ്ക്കും ഹോംവർക്കിനകത്ത് പുള്ളി കൊടുത്തിട്ടാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്, അല്ലേ? ശരിക്കും പിന്നെ പലയിടങ്ങളിലും ഇപ്പം ട്രോജൻ വാരിയർ അല്ലെങ്കിൽ ഒരു വിജയിച്ച വ്യക്തിയാണ് ആളെന്ന് പരിചയപ്പെടുത്തുമ്പോഴും ആ ഒരു ഇമോഷണൽ ട്രോമ അയാൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഹി ഹാവ് ഡിസ്ട്രോയ്ഡ് ആൻ എൻ്റയർ സിറ്റി, ഹി ആൻഡ് ഹിസ് പീപ്പിൾ ഹാവ് ഡിസ്ട്രോയ്ഡ് ആൻ എൻ്റയർ സിറ്റി. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ഒരു ട്രോമയും കാര്യങ്ങളിലൂടെ അയാൾ കടന്നു പോകുന്നു. ആൻഡ് ഐ ഹാവ് ഡൺ സംതിങ് റിയലി റോങ് എന്നുള്ളൊരു റിയലൈസേഷൻ. പിന്നെ ആ പീസ് തിരിച്ചു കൊണ്ടുവരും എന്നുള്ള തരത്തിലുള്ള ഒരു അങ്ങനെ ഒരു എൻഡിലേക്ക് അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന പോലെ അത് അവസാനിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ആ ഡീറ്റെയിലിംഗ് ഒക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ? അവർ കുറേ നാള് ഹങ്കർ ഫുഡൊന്നും കഴിക്കാണ്ട് ഇരിക്കുന്ന, ആദ്യമേ നല്ല ബിൽഡ് ആയിട്ടുള്ള ബോഡീസ് ആയിരിക്കും എല്ലാവർക്കും. പക്ഷേ കമ്മിങ് ടു ദാറ്റ് ഹങ്കർ, അത്രയ്ക്കും ആ സ്റ്റാർവേഷൻ അത് അവരുടെ ബോഡിയിൽ കാണിക്കേണ്ട, അത്രയ്ക്കും ലീൻ ബോഡി ആയിട്ട് പോകണം. എത്ര ഡീറ്റെയിലിംഗ് ആണ്
അതുപോലെ നിങ്ങൾ ഇപ്പം And you should see one scene. ഒരു വിച്ചിന്റെ അടുത്ത് ആ ചെന്നിട്ട് വിച്ച് ഇവര് ഫുഡ് കഴിക്കാൻ തുടങ്ങുവേ. എന്റെ മോനെ അങ്ങനെയാണ് ഒരു എക്സ്ട്രീം ഹങ്കർ വരെ. ഇത് ഫുഡ് കിട്ടാത്ത ആൾക്കാരെ എങ്ങനെ she will start എക്സ്ട്രീം ഹങ്കർ വേറെ, അതായത് പക്ഷെ സ്റ്റിൽ ദർ അത് കാണിക്കുമല്ലേ. അതല്ല, അതായത് അവരാ മീറ്റ് കഴിച്ചു തുടങ്ങുമ്പോഴാണ് ആ പരിപാടി പ്രശ്നം വരുന്നത്. അതിനകത്ത് മീറ്റ് കഴിക്കും, ഡോണ്ട് ഈറ്റ് ദാറ്റ് മീറ്റ് എന്ന് പറയുന്നില്ലേ. മീറ്റ് കഴിച്ചു തുടങ്ങുമ്പോൾ, സോറി ഗൈസ്, അതിനകത്ത് കുറച്ച് ചെറിയ ഡീറ്റെയിലിംഗ് ഒക്കെ പറയുന്നുണ്ട്. എന്തായാലും നിങ്ങൾ പോയി കാണണം. നല്ല മൂവിയാണ്, വാച്ചബിൾ മൂവിയാണ്, നിങ്ങൾ പോയി കാണാം. ആൻഡ് അതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. വീട്ടിൽ നമ്മൾ കാണുന്നതിനേക്കാൾ ഒരു വേറെ എക്സ്പീരിയൻസ് തന്നെയാണ്. അതാ മോൾഡി നമ്മളെന്നെ ഒരു വണ്ടറടിച്ച് ചോദിച്ചത് എങ്ങനെയാ മോനെ ഇതൊക്കെ പിടിക്കണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതേപോലെ തന്നെ പുള്ളി ഇതൊക്കെ പിടിച്ചിരിക്കുന്ന ഐമാക്സ് ക്യാമറ വെച്ചിട്ടാണ്. ഇറ്റ്സ് വെരി കോസ്റ്റ്ലി. അതും എല്ലാം മാനുവലായിട്ട് ചെയ്യേണ്ട പരിപാടികളൊക്കെയാണ്. അപ്പം ഇവിടെ വലിയ ഇത് ഐമാക്സിൻ്റെ തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്നാണ് ആളുകൾ പറയുന്നത്. പക്ഷേ ട്രൂ ഐമാക്സ് നമ്മുടെ ഇന്ത്യയിലില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ ഡിജിറ്റലൈസ്ഡ് വേർഷനാണ് നമ്മളിവിടെ ഇവിടെയൊക്കെ കാണുന്നത്. ഈവൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതില്ല, ടിക്കറ്റ്സിനൊക്കെ ഒരു പെർ ടിക്കറ്റ് 1600 രൂപയൊക്കെയാണ്. ഈ 9XL പിന്നെയും ബെറ്ററാണ്, കാരണം സ്ക്രീൻ വൈസ്. മറ്റേത് ഡിജിറ്റലൈസ്ഡ് വേർഷനാണ് എന്നാണ് പറയുന്നത്. ഞാൻ പോയി കണ്ടിട്ടില്ല, ഞാൻ ഇതുവരെ ഐമാക്സ് സ്ക്രീൻ ആയിരുന്നു. പക്ഷെ എടാ 9XL എന്ന് പറയുമ്പോൾ വലിയ കുറച്ചും കൂടെ വിസിബിലിറ്റി കൂടുതലാണ്. ഐമാക്സ് വേറെ തന്നെയാണ്, പക്ഷെ ട്രൂ ഐമാക്സ് ഇവിടെ ഇറങ്ങിയിട്ടില്ല എന്നാണ് പറയുന്നത്. കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. അതൊക്കെ കൺട്രീസ് ഏതൊക്കെയാണെന്ന് ഞാൻ റിസർച്ച് ചെയ്തിട്ട് ഞാൻ പിന്നെ പറയാം. എനിവേസ്, അപ്പോൾ ദ ഒഡീസി ഇത് നിങ്ങൾ മിസ്സാക്കരുത്. ടി വി കണ്ട് നശിപ്പിക്കേണ്ട, തിയേറ്ററിൽ പോയി തന്നെ പോയി കാണുക. എനിക്ക് തോന്നുന്നു നല്ല സ്റ്റാർകാസ്റ്റാണ്. എനിക്ക് തോന്നുന്നത് ഇറ്റ് വോണ്ട് ബി എവ്രി വൺസ് കപ്പ് ഓഫ് ടീ എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കും ഇഷ്ടപ്പെടും. കാരണം ലോർഡ് ഓഫ് റിങ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതും ഇഷ്ടപ്പെടാം. ഇതിനു മുമ്പത്തെ ട്രോയ് ഒക്കെ ആ കൈൻഡ് ഓഫ് ആണ്. ഓപ്പൺഹൈമർ, നീ പറയണ ഈ ഡയറക്ടറിന്റെ ഇത് വെച്ച് പറയുകയാണെങ്കിൽ ഡയറക്ടറിന്റെ മൂവീസ് വെച്ച് പറയും. ഓപ്പൺഹൈമർ, പിന്നെ ഇന്റർസ്റ്റെല്ലാർ, അതൊക്കെ നിനക്ക് ഇഷ്ടപ്പെട്ടില്ല? ഇന്റർസ്റ്റെല്ലാറൊക്കെ ഇഷ്ടപ്പെട്ടു. ബാറ്റ്മാൻ്റെ മൂവി അതൊക്കെ ഒരു ഇൻ ഡീറ്റെയിലിംഗ് ആണ് എല്ലാം. അതുകൊണ്ട് പുള്ളിയുടെ ഫാനാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ഓക്കെ, എന്തായാലും പോയി ഇത് കാണുക. ഇത് അടിപൊളിയാണ്. ഗ്രീക്ക് മിത്തോളജിയൊക്കെ അടിപൊളിയായിട്ട് പിക്ചറൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഇപ്രാവശ്യത്തിൽ അങ്ങനെ ആർക്കും ഒരു സ്പെസിഫിക് ഇമ്പോർട്ടൻസ് കൊടുത്തായിരുന്നില്ല. എല്ലാവർക്കും ഒരു ഈക്വൽ സ്പേസ് കൊടുക്കുന്ന പോലത്തെ ആയിരുന്നു. പക്ഷെ ഇതിന് ഇപ്പൊ ക്രിസ്റ്റ്യൻ ടെറോന്റെ ഒക്കെ മൂവീസിനകത്ത് ഷീ വിൽ ബി ദ ഫോക്കസ് എന്ന ആളായിരിക്കും. പക്ഷെ ഇതിനകത്ത് അങ്ങനെയല്ല. പിന്നെ അതിനകത്ത് നീ ഇപ്പൊ വിച്ച് മാത്രമല്ല, ആ ക്വീനില്ലേ, ക്വീന്റെ പേരെന്തായാലും പെനലോപ്പിയായിട്ട്, അവരും അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ചാർലിസ് തെറോൺ, പെനലോപ്പിയുടെ എനിക്ക് ഏറ്റവും എൻ്റെ മെമ്മറിയിൽ എടുക്കുന്നത് ദ ഇന്റേൺ. ഭയങ്കരമായിട്ട് നമുക്ക് റിയൽ ലൈഫുമായിട്ട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു മൂവി അതാണ്. പിന്നെ എനിക്ക് ക്രിസ്റ്റ്യൻ ടെറോന്റെ ഒരു ഇയോൺ ഫ്ലെക്സ് എന്ന് പറഞ്ഞ മൂവി, അതിനകത്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ടൈം ആട്ടോ അങ്ങനെ ഒരു മൂവി. ഒരു ഹീറോയിൻ ആണ് ഒരു ഹീറോനെ കൈ പിടിച്ച് ഒരു ഫുൾ ഒരു നല്ലൊരു വോർ പോലെ നടക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഷീ വാസ് ടേക്കിംഗ് ദാറ്റ് ഹീറോ. അതുകൊണ്ട് ഇഷ്ടപ്പെട്ടു. അല്ലല്ല, അതെന്റെ മെമ്മറിയിൽ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ കാണുന്നത്. അതർവൈസ് ഹീറോ ആണല്ലോ കൈ പിടിച്ചു കൊണ്ടുപോകുന്നത് ഹീറോയിന്. അല്ല, അങ്ങനെയാണ്. ഹി യൂസ് ടു പ്രൊട്ടക്ട് ആൻഡ് സേഫ് ഗാർഡ്, അങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. പക്ഷെ ഇതിനകത്ത് ഇയോൺ ഫ്ലെക്സ്, അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടില്ലെങ്കിലും ഒന്ന് കാണുക. ഒരു ക്ലോണിൻ്റെ ഒക്കെ ഒരു മൂവിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മൂവിയാണ്. അതിനകത്ത് ആള് ഓൾറെഡി ആള് ഭയങ്കര നന്നായിട്ടാണ് ആക്ഷൻ സീൻസ് ഒക്കെ ചെയ്തിട്ടുള്ളത്. ഇതെനിക്ക് ഭയങ്കര മെമ്മറിയിൽ നിൽക്കും. അവരുടെ ഈ അടുത്തൊരു പുതിയൊരു ഫിലിം നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങിയില്ലായിരുന്നോ, അപെക്സ്? അതും നല്ലതായിരുന്നു. അവരുടെ ഏജ് വെറും അല്ല 50 വയസ്സുണ്ട്, 50 ഇയേഴ്സ്. ഭയങ്കര ഫിറ്റാണ്, നല്ല ആക്ട്രസ് ആണ്. അവരുടെ മറ്റേ എന്താണ്, അലിയോസ് എന്താണ്,
ഫ്യൂരിയോസ അല്ല മാഡ് മാക്സിന്റെ ഏതോ ഒരു സീരീസിൽ അവരുണ്ട്. ഒറ്റക്കൈ ക്യാരക്ടറുടെ പേരൊക്കെ ഞാൻ മറന്നുപോയി. സൂപ്പർബാണ്. ഓക്കെ, സോ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, അടിച്ചു പൊളിക്കുക. ഓക്കെ, ദ ഒഡീസി. പിന്നെ നമ്മുടെ സ്പൈഡർമാനും ഉണ്ട്, സ്പൈഡർമാന്റെ ഗേൾഫ്രണ്ട് ഉണ്ട്. സ്പൈഡർമാന്റെ ഗേൾഫ്രണ്ടിന്റെ പേരെന്തായിരുന്നു? ഒരു ഗോഡായിട്ടായിരുന്നു. അവരെയാണ് തല ഇത് ചെയ്യുന്നത് അല്ലേ, തല കട്ട് ചെയ്യുന്നത്. അത് നിങ്ങൾ ഈ കഥ പറയാൻ, ഇതൊക്കെ ഞാൻ ഇതിൻ ബിറ്റ്വീൻ പറയാൻ കാരണം നിങ്ങൾക്ക് ഈ സ്റ്റോറി നേരത്തെ അറിയാവുന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. It's all tricks, ചതി, അങ്ങനെയൊക്കെയാണ്. അതെ, ഞാനിതിപ്പോൾ ഇൻ ബിറ്റ്വീൻ പറയുന്നത് നിങ്ങൾക്ക് ഇതിന് മുന്നേ നിങ്ങൾ ഇതേ ടൈപ്പ് ഓഫ് മൂവി ഇതിന് മുന്നേ ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒരു കുറച്ചും കൂടെ എലാബറേറ്റ് ആയിട്ട് ക്രിസ്റ്റഫർ നോളൻ സ്റ്റൈലിൽ പിടിച്ചിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെതായ എന്താ പറയുക വിഷ്വൽസ് കാണാനുണ്ട് അതിനകത്ത്. It has a flow, you have to go with the flow. ആ ഒരു ഫ്ലോ തന്നെ 3 മണിക്കൂറുണ്ട് പടം. ഓക്കെ, അപ്പോൾ എനിക്ക് അത്രയൊന്നും ഫീൽ ചെയ്തില്ല. ഞാൻ അതിനകത്ത് തന്നെ തിയേറ്ററിൻ്റെ ഉള്ളിൽ തന്നെ ആ ഒരു മായിക ലോകത്ത് ഇരിക്കുമായിരുന്നു. ഓക്കെ, അങ്ങനെ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അൺടിൽ ദെൻ